ക്രിസ്തു ജയന്തി 2025 മഹാജൂബിലിയുടെ നാളുകളിൽ തന്നെ ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ട്രിനിറ്റി സന്യാസിനി സമൂഹത്തിന് സുവർണ ജൂബിലി നിറവിൽ ആയിരിക്കാൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന മഹാജൂബിലി ആപ്തവാക്യത്തോട് പ്രത്യാശയുടെ പ്രഘോഷകർ എന്ന സുവർണ ജൂബിലി ആപ്തവാക്യത്തെ ഉൾച്ചേർത്ത് വയ്ക്കുമ്പോൾ ക്രിസ്തു നേടുത്തുന്ന രക്ഷ ലോകാതിർത്തി വരെ പകർന്നു കൊടുക്കുവാനുള്ള ആഹ്വാനമാണ് ഈ സംയുക്ത ജൂബിലി സംഗമ ആഘോഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ദൈവപരിപാലനയുടെയും ദൈവകരുണയുടെയും 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ നന്ദിയുടെയും ആത്മഹർഷത്തിന്റെയും കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ട്രിനിറ്റി സന്യാസിനി സമൂഹം 1170 സ്പെയിനിലെ കലരോയിക എന്ന ഗ്രാമത്തിൽ ഫെലിക്സ് ദെ ഗുസ്മാന്റെയും വിശുദ്ധ ജോവാൻ ഓഫ് ആദ്സയുടെയും 3 മക്കളിൽ ഇളയവനായി വിശുദ്ധ ഡൊമിനിക് ദെ ഗുസ്മാൻ ഭൂജാതനായി. 12-ാം നൂറ്റാണ്ടിൽ തിരുസഭയെ കാർന്നു തിന്ന പാഷാണ്ഡതയെ ഇല്ലായ്മ ചെയ്യാൻ ദൈവത്തിന്റെ അത്ഭുതകരമായ കയ്യൊപ്പ് പതിപ്പിച്ച് ജപമാല എന്ന ആയുധം നൽകി ആത്മാക്കളുടെ രക്ഷ സാധ്യമാക്കാൻ മാറ്റിവെക്കപ്പെട്ട പുണ്യചരിതൻ വിശുദ്ധ ഡൊമിനിക് ദെ ഗുസ്മാൻ. ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന സഭാപിതാവിന്റെ ദിവ്യവചസ്സുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ആഗോള ഡൊമിനിക്കൻ സന്യാസ സമൂഹങ്ങൾ മുന്നേറുമ്പോൾ കൃതജ്ഞതയോടെ ആ പുണ്യപിതാവിന്റെ ചാരെ ഡൊമിനിക്കൻ ചൈതന്യം സ്വന്തമാക്കി ഡൊമിനിക്കൻ സഹോദരിമാർ നിലകൊള്ളുന്നു. 1335 ജർമ്മനിയിലെ ഔസ്ബുർഗിൽ ബെഗ്വിൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഭക്ത സ്ത്രീകൾ ഒരു സമൂഹമായി ജീവിതം ആരംഭിച്ചു. ലാളിത്യവും ഭക്തിയും നിറഞ്ഞ ജീവിതം നയിച്ച ഇവർ സന്യാസ സമൂഹത്തിന്റെ നിയതമായ നിയമങ്ങളോ പാരമ്പര്യത്തിന്റെ ചട്ടക്കൂടുകളോ ഒന്നും തന്നെ ഇല്ലാതെ സമൂഹത്തിൽ രോഗികളായവർക്കും ആവശ്യക്കാർക്കും നിരാലംബരായവർക്കും വേണ്ടി അധ്വാനിക്കുന്നതിനും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിനും വേണ്ടിയും പ്രവർത്തിച്ചു. ഡൊമിനിക്കൻ വൈദികരുടെ ആത്മീയ നിയന്ത്രണത്തിൽ മുന്നേറിയിരുന്ന ഇവർ വിശുദ്ധ ഡൊമിനിക്കിന്റെ ചൈതന്യം തങ്ങളുടെ ജീവിത ശൈലിയാക്കി മാറ്റി. ഇവരുടെ ഈ പ്രത്യേക ജീവിത രീതിയും ശുശ്രൂഷ ജീവിതവും ഏറെ അഭിനന്ദനാർഹമായിരുന്നതിനാൽ മാർപ്പാപ്പ ഈ ഭക്ത സ്ത്രീകൾക്ക് വിശുദ്ധ അഗസ്റ്റിന്റെ നിയമങ്ങളും പ്രാസംഗിക സഭയുടെ പാരമ്പര്യങ്ങളും അടിസ്ഥാനമായി നൽകി. ഈ പ്രാസംഗിക സഭ അറിയപ്പെട്ടിരുന്നത് ഡൊമിനിക്കൻസ് എന്നാണ്. ഈ സമൂഹത്തിന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചതോടെ പ്രാർത്ഥനാ ജീവിതത്തിലും സേവന തൽപരതയിലും കൂടുതൽ ആഴപ്പെട്ടു. 1930 ആയപ്പോഴേക്കും ഈ സമൂഹം വളർന്ന് ഔസ്ബുർഗ് രൂപതയിൽ 5 സ്വതന്ത്ര സന്യാസിനി സമൂഹങ്ങൾ രൂപപ്പെട്ടു. ഇവയിൽ ഔസ്ബുർഗ് രൂപതയിലെ ലാൻസ്ബർഗ് പ്രദേശത്ത് പരിശുദ്ധ ത്രിത്വത്തിന്റെ ഡൊമിനിക്കൻ സന്യാസിനി സമൂഹം ഏറെ പ്രാധാന്യം നേടി. ആത്മാക്കളുടെ രക്ഷയെ ഉന്നം വെച്ചുകൊണ്ട് ഒരു ഫോർമേഷൻ സെന്ററും നിരവധിയായ ചാരിറ്റി പ്രവർത്തനങ്ങളിലും അവർ ഏർപ്പെട്ടു. 1965 അഭിവന്യ ജോസഫ് കുണ്ടുവളം പിതാവിന്റെയും ജോസഫ് വിളങ്ങാടൻ അച്ഛന്റെയും ആത്മീയ നേതൃത്വത്തിൽ തങ്ങളുടെ ദൈവവിളികൾ തിരിച്ചറിഞ്ഞ് ആദ്യ സഭാംഗങ്ങൾ ജർമ്മനിയിൽ പരിശീലനത്തിനായി എത്തിച്ചേർന്നു. ദൈവകരം ഓരോ നിമിഷവും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സന്യാസ ജീവിതത്തിന്റെ പ്രാഥമിക പരിശീലനം പൂർത്തിയാക്കി സഭാവസ്ത്ര സ്വീകരണത്തിനും ആദ്യ വ്രതവാഗ്ദാനത്തിനും നിത്യവ്രത വാഗ്ദാനത്തിനും ശേഷം 1975 ഡിസംബർ 17 നമ്മുടെ ആദ്യകാല സഭാംഗങ്ങളായ സിസ്റ്റർ ക്ലാര, സിസ്റ്റർ മാർട്ടീന, സിസ്റ്റർ ദാനിയേല, സിസ്റ്റർ സെബസ്ത്യാന എന്നിവർ ജർമ്മനിയിലെ മാതൃഭവനത്തോട് യാത്ര പറഞ്ഞ് ജന്മനാട്ടിലേക്ക് യാത്ര തിരിച്ചു. ദൈവത്തിന്റെ പദ്ധതിയിൽ അടിയുറച്ച് വിശ്വസിച്ച അവർ പാലക്കാട് രൂപതയിൽ മണ്ണാർക്കാട് തങ്ങളുടെ ആദ്യ ഭവനത്തിന് തുടക്കം കുറിച്ചു. അഭിവന്യ ജോസഫ് ഇരുമ്പൻ പിതാവിന്റെ അനുഗ്രഹാശിസ്സുകളോടെ ബഹുമാനപ്പെട്ട ജോസഫ് വിളങ്ങാടൻ അച്ഛന്റെയും ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ഇരുമ്പൻ അച്ഛന്റെയും നേതൃത്വത്തിൽ ജർമ്മനിയിലെ മാതൃഭവനത്തിൽ നിന്നും ഇവർക്ക് താങ്ങും തണലുമായിരുന്ന
സിസ്റ്റർ ഗർട്ടുഡീസിന്റെ മാതൃവാത്സല്യത്തിലും കരുതലിലും തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് തിരിതെളിച്ചു. പഠനം, ധ്യാനം, സമൂഹ ജീവിതം, പ്രേക്ഷിത പ്രവർത്തനം എന്നിവ ഡൊമിനിക്കൻ ചൈതന്യത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളാണ്. ധ്യാനിക്കുക, ധ്യാനിച്ചവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്ന ആപ്തവാക്യത്തിൽ സഭാസമൂഹം പണിയപ്പെട്ടിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ തങ്ങളുടെ സ്തുത്യർഹമായ സേവനം മണ്ണാർക്കാട് ഇടവകയിലും കൂടാതെ പുല്ലശ്ശേരി, കൈതച്ചിറ, തിരുവിഴാങ്കുന്ന്, കോട്ടപ്പുറം, കണ്ടമംഗലം, അലനല്ലൂർ, മെഴുകുംപാറ, ശ്രീകൃഷ്ണപുരം എന്നീ ഇടവകകളിലും കാഴ്ചവെക്കുവാൻ സാധിച്ചു. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം 1998 ജനുവരി 28 സഭാസമൂഹത്തിന് പുതിയൊരു വാതിൽ തുറക്കപ്പെട്ടു. മണ്ണാർക്കാട് ഡൊമിനിക്കൻ സന്യാസിനി സമൂഹം സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് ഒരു സ്വതന്ത്ര സന്യാസിനി സമൂഹമായി മാറി. പുതിയ മിഷനോടുകൂടി ഉയർത്തപ്പെട്ട ഈ സന്യാസിനി സമൂഹത്തിന് ജർമ്മനിയിലെ മാതൃഭവനത്തിന്റെ പേരുകൂടി ചേർത്ത് ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ട്രിനിറ്റി എന്ന പുതിയ പേര് നൽകി. ഈ കാലയളവിൽ ഇന്ത്യക്കകത്തും പുറത്തുമായി ശുശ്രൂഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് പടർന്ന് പന്തലിക്കുവാൻ ദൈവം കൃപ നൽകി. വ്യതിരിക്തമായ ശുശ്രൂഷാ മേഖലകളിലൂടെ ക്രിസ്തുവിന്റെ കരുണയും അനുകമ്പയും, നിസ്വാർത്ഥ സേവനവും, വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ, ഭവന സന്ദർശനം, ഇടവക പ്രേക്ഷിതത്വം, ജയിൽ മിനിസ്ട്രി, വചന പ്രഘോഷണം, കൗൺസിലിംഗ്, ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ പരിശീലനം, നിത്യാരാധന തുടങ്ങിയ ശുശ്രൂഷകളിലൂടെ പങ്കുവച്ച് നൽകപ്പെടുന്നു. 5 പതിറ്റാണ്ടുകൾ പിന്നിട്ട് നിൽക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിന്റെ നേർക്കാഴ്ചയായ വിശുദ്ധ പത്രോസ്ലീഹായുടെ പിൻഗാമി നമ്മുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയുടെയും 4 നൂറ്റാണ്ടിലധികം പാലക്കാട് രൂപതയെ നയിച്ച അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവിന്റെയും പാലക്കാട് രൂപതയെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്യ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവിന്റെയും അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് 18 ഭവനങ്ങളും 103 സന്യാസിനിമാരും 3 കാൻഡിഡേറ്റ്സും തമ്പുരാന്റെ കരവിരുതുകൾക്ക് ആമേൻ പറയുന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങളേവരുടെയും പ്രാർത്ഥനാനുഗ്രഹങ്ങൾക്കായി ശിരസ് നമിച്ച് പ്രാർത്ഥനയോടെ, കൃതജ്ഞതയോടെ സാദരം സമർപ്പിക്കുന്നു.